ഇപ്പം ഏറ്റവും അടുത്തുള്ള നമ്മുടെ പിണറായി വിജയന്റെ മണ്ഡലവും നമ്മുടെ കെ സുധാകരൻ്റെയൊക്കെ തട്ടകമായ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജീന മൂസക്കുട്ടിയാണ്, STPയുടെ മെമ്പറാണ്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ എത്ര വാർഡുള്ളത്? 15 വാർഡുള്ളത്. CPIM ആണ് അവിടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ 4 പേരുണ്ട്. UDF എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ആരാ ഭരിക്കുന്നത്? 7 പേരുള്ള CPIM ആണ് ഭരിക്കുന്നത്. അതായത് പുറത്ത് നിൽക്കുന്ന 8 പേര് പുറത്തുണ്ട്, 7 പേരുള്ള CPIM ഭരിക്കുന്നു. ഞങ്ങളവിടെ അട്ടിമറി നടത്താൻ നോക്കിയിട്ടില്ലല്ലോ, അവിശ്വാസം കൊണ്ടുവരാൻ നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ അതിനൊക്കെ സാധ്യത. അതല്ല, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷം, അവിടുത്തെ ജനങ്ങളുടെ വികസനം, ആ പ്രദേശത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അത് മുൻനിർത്തിയിട്ടുള്ള ഒരു നിലപാടെടുക്കുക. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, അവരോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയോ പിന്തുണക്കാതിരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഞങ്ങൾ നടത്തും. അത് അവരോട് ചർച്ച നടത്തിയിട്ട് നടത്തുന്നല്ല. ഞങ്ങൾ ആ പ്രദേശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യൂ, ഞങ്ങൾ ആ പ്രദേശത്തെ പ്രവർത്തകരുടെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ആ നാടിന്റെ വികസനമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഒരു നിലപാടെടുക്കുന്നത്. അതെന്തെങ്കിലും ഉപാധിയുടെ അടിസ്ഥാനത്തിലോ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ല. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കേരളത്തിൽ നടത്തിയിരുന്നു. UDF-നോടാണ് കൂടുതൽ അടുപ്പം? ഇല്ല, അങ്ങനെ ഏതെങ്കിലും മുന്നണിയായിട്ട് പ്രത്യേകിച്ച് ഒരു അടുപ്പമില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഏതെങ്കിലും മുന്നണി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം, ക്ഷേമരാഷ്ട്ര സങ്കല്പം, സാമൂഹിക ജനാധിപത്യം, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള ഉദ്യോഗ പ്രാതിനിധ്യം, അവർക്ക് നമ്മുടെ ജനപ്രാതിനിധ്യമുള്ള പ്രാതിനിധ്യം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ഇതൊരു ക്ഷേമരാഷ്ട്രമായി മാറുന്ന രാഷ്ട്രീയ സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിന് ബദലാണെന്ന് ഞങ്ങൾ കരുതുന്നേ ഇല്ല.